നാട്ടുകാരുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. നേര്യമംഗലത്ത് പുതിയ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. നേര്യമംഗലം അഗ്നിരക്ഷാ നിലയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. കവളങ്ങാട്, കീരമ്പാറ, കുട്ടമ്പുഴ, അടിമാലി, കഞ്ഞിക്കുഴി, വണ്ണപ്പുറം പഞ്ചായത്തുകൾക്ക് പുതിയ അഗ്നിരക്ഷാ നിലയത്തിന്റെ സേവനം ലഭ്യമാകും. ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഇനി അഗ്നിരക്ഷാ സേനയുടെ കാവൽ. ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന നേര്യമംഗലം അഗ്നിരക്ഷാ നിലയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ന് അഗ്നിരക്ഷാ സേനയ്ക്ക് കഴിയുന്നു. ദുരിതമുഖങ്ങളിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ അഗ്നിരക്ഷാ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും കഴിയുന്നു. ഇത് പൊതുസമൂഹത്തിന്റെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. അത്തരം കാര്യങ്ങൾ തുടർന്നും നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫയർ സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആന്റണി ജോൺ MLA-യുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കരുത്തേകി പുതിയ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. നേര്യമംഗലം മാത്രമല്ല, ഇതിന് സമീപ പ്രദേശങ്ങൾ അടങ്ങുന്ന ഏതാണ്ട് 6 വരുന്ന പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങൾ കൂടി നമ്മുടെ നേര്യമംഗലം ഫയർ സ്റ്റേഷന്റെ പരിധിയിൽ വരികയാണ്. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഇടുക്കി ജില്ലയോട് അതിർത്തി പങ്കിടുന്ന 2 ജില്ലകളുടെ അതിർത്തിയാണ് എറണാകുളം, ഇടുക്കി ജില്ലകൾ. അതോടൊപ്പം തന്നെ ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ, അഗ്നിബാധകൾ, അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാതയാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് നവീകരണമൊക്കെ പൂർത്തിയായി മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ വാഹന അപകടങ്ങളടക്കം നിരന്തരമായി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളുടെ പ്രത്യേകിച്ച് മേഖലയിലൊക്കെ കാട്ടുതീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ നേരിടുന്ന ഈ പ്രദേശത്ത് അഗ്നിരക്ഷാ സേനയുടെ കൃത്യമായ സേവനം എന്ന് പറയുമ്പോൾ സമയബന്ധിതമായ സേവനം ജനങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളത് ഏറെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായിരുന്നു. കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ജെസി സാജു, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം സൗമ്യ ശശി, ബ്ലോക്ക് അംഗം പ്രിയങ്ക ടോമി, സ്ഥിരം സമിതി അധ്യക്ഷരായ ഫ്രാങ്കോ K. ജെയിംസ്, കുൽസു സലിം, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PK അലിയാർ, ബൈജു മത്തായി, ബിജി സോജി, ജോഷി കുര്യാക്കോസ്, ഓമന ജോസ്, ഷിജി അനിൽകുമാർ, PM കണ്ണൻ, നുർജി ഷംസുദ്ദീൻ, കവളങ്ങാട് ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ്, FIT ചെയർമാൻ R. അനിൽകുമാർ, നേതാക്കളായ PM ശിവൻ, AA അൻഷാദ്, മനോജ് ഗോപി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PS ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. കവളങ്ങാട്, കീരമ്പാറ, കുട്ടൻപുഴ, അടിമാലി, കഞ്ഞിക്കുഴി, വണ്ണപ്പുറം പഞ്ചായത്തുകൾക്ക് പുതിയ അഗ്നിരക്ഷാ നിലയം ഗുണകരമാകും. സ്വന്തമായി സ്ഥലം ലഭ്യമാകാതിരുന്നതിനെ തുടർന്ന് കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതി വിട്ടുനൽകിയ നേര്യമംഗലത്തെ സാംസ്കാരിക നിലയത്തിലാണ് സ്റ്റേഷൻ താൽക്കാലികമായി പ്രവർത്തിക്കുക. കെട്ടിടത്തിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കവളങ്ങാട് പഞ്ചായത്ത് കീരമ്പാറയിലെ കൊണ്ടിമറ്റം വരെയുള്ള 3 വാർഡുകൾ, കുട്ടമ്പുഴയിലെ ഇഞ്ചത്തൊട്ടി, മാമലക്കണ്ടം, കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കരിമണൽ, തട്ടേക്കണ്ണി പ്രദേശങ്ങൾ, അടിമാലിയിലെ വാളറ വരെയുള്ള മേഖലകൾ നേര്യമംഗലം സ്റ്റേഷന്റെ പരിധിയിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.